ورحمة الله. بسم الله الحمد لله اللهم صل وسلم على نبينا محمد. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ളയുടെ ബുലൂഗുൽ മറാമിന്റെ അവസാന ഭാഗത്തുള്ള കിതാബുൽ ജാമിഅയിലെ ബാബു സുഹ്ദി വൽ വറ, ഭൗതിക ലോക വിരക്തിയുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തതായിക്കൊണ്ട് സഹൽ ഇബ്നു സഅദ് അസ്-സാഇദി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, ജാഅ റജുലുൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നു. ഫഖാൽ, അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, ദുല്ലനി അലാ അമലി ഇദാ അന അമിൽതുഹു അഹബ്ബനി അല്ലാഹ് വ അഹബ്ബനി അന്നാസ്. എനിക്കൊരു കർമ്മം പ്രവാചകരെ താങ്കൾ പഠിപ്പിച്ചു തരണം. ആ കർമ്മം ചെയ്താൽ അള്ളാഹു എന്നെ ഇഷ്ടപ്പെടണം, ജനങ്ങളും എന്നെ ഇഷ്ടപ്പെടണം. ഖാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറഞ്ഞു, ഇസ്ഹദ് ഫിദ് ദുനിയ യുഹിബ്ബകല്ലാഹു വസ്ഹദ് ഫീമാ ഇൻദന്നാസി യുഹിബ്ബകന്നാസ്. നീ ഭൗതിക ലോകത്തുള്ള കാര്യങ്ങളെ തൊട്ട് വിരക്തി കാണിച്ചാൽ, സുഹൃത്തുള്ളവനായി തീർന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ ഇഷ്ടപ്പെടുന്നതാണ്. അതുപോലെ തന്നെ വസ്ഹദ് ഫീമാ ഇൻദന്നാസ്, ജനങ്ങളുടെ കയ്യിലുള്ളതിനെ തൊട്ട് നീ വിരക്തി കാണിച്ചാൽ യുഹിബ്ബകന്നാസ്, ജനങ്ങളും നിന്നെ ഇഷ്ടപ്പെടുന്നതാണ് എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു ഇഷ്ടപ്പെടാനും ജനങ്ങൾ നമ്മെ ഇഷ്ടപ്പെടാനുമെല്ലാം ഉതകുന്ന ഒരു മഹത്തായ ഒരു സൽക്കർമ്മം പഠിപ്പിച്ചു തരികയാണ്. ഒന്നാമത്, അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടാൻ ദുനിയാവിൽ സുഹൃത്തുള്ളവരായി തീരുക എന്നാണ്. ഭൗതിക ലോക വിരക്തി. പലപ്പോഴും പല ആളുകളും വിരക്തി കാണിക്കുക എന്ന് പറയുമ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത് എല്ലാം ഒഴിവാക്കി ഒരു പള്ളിയിൽ ചടഞ്ഞിരുന്നു കൊണ്ട് ദിക്റും നിസ്കാരവും എല്ലാം മാത്രമായി ഒതുങ്ങിക്കൂടുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അതല്ല. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ സുഹ്ദ് എന്ന് പറഞ്ഞാൽ? അപ്പൊ അദ്ദേഹം പറയുന്ന ചില വാക്കുകൾ കാണാം. ലൈസ സുഹ്ദു അൻ തത്റക ദുനിയ മിൻ യദിക വഹിയ ഫീ ഖൽബി. പല ആളുകളും സമ്പത്തെല്ലാം ഒഴിവാക്കി പള്ളിയിൽ ഒതുങ്ങിക്കൂടുന്നൊക്കെ കാണാം. അതല്ല സുഹ്ദ് എന്ന് പറഞ്ഞാൽ. അയാളുടെ മനസ്സിൽ നിന്ന് ഈ ഭൗതിക ലോകത്തെ ഒഴിവാക്കുക എന്നാണ്. കയ്യിൽ കുറെ പൈസ ഉണ്ടായിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല, അയാളെ മനസ്സിൽ നിന്ന് അത് ഒഴിവാക്കുക എന്നാണ്. ഇന്നമ സുഹ്ദു അൻ തത്റക മിൻ ഖൽബിക വഹിയ ഫീ യദിക. കയ്യിലുണ്ട് എങ്കിലും ഹൃദയത്തിൽ നിന്ന് ദുനിയാവിനെ ഒഴിവാക്കുക എന്നാണ്. അതുകൊണ്ടാണ് ഒരാൾ ചോദിച്ച്, ഒരാളെ കയ്യിൽ 1000 ദീനാർ ഉണ്ട് എങ്കിൽ അയാൾ സാഹിദ് എന്ന് പറയാൻ പറ്റുമെന്നാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അതിന് മറുപടി നൽകിയത്, അയാൾക്കുമാകാം, അയാൾക്ക് നല്ലോണം സമ്പത്തുണ്ട് എങ്കിലും അയാൾക്കൊരു സാഹിദാകാം. എങ്ങനെയാണ്? അയാളുടെ കയ്യിലുണ്ട്, പക്ഷെ അത് അയാളുടെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല എന്നാണ്. ആ സമ്പത്ത് അയാളുടെ കയ്യിൽ വന്നു, അയാൾക്കൊരു പ്രശ്നമില്ല. അയാൾക്ക് പോയി, അയാളുടെ കയ്യിൽ നിന്ന് പൈസ പോയി, എന്നാലും അയാൾക്കൊരു പ്രശ്നമില്ല. അതാ, അയാളുടെ ഹൃദയത്തിലേക്ക് അത് കയറിയിട്ടില്ല. വന്നാലും അയാൾക്കൊരു സന്തോഷമില്ല, അത് പോയാച്ചത് അയാൾക്കൊരു വല്ലാത്ത പ്രയാസവും ഇല്ല എന്നാണ്. അതുകൊണ്ടാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അത്തരത്തിൽ പ്രതികരിച്ചത് എന്നാണ്. അതുകൊണ്ട് സുഹ്ദ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ സമ്പത്തുള്ള ഒരാൾക്ക് അത് ഉണ്ടാകൂല എന്നില്ല, എല്ലാവർക്കും സാധിക്കും. അത് ഹൃദയത്തിലേക്ക് ദുനിയാവിനെ പ്രവേശിപ്പിക്കാതിരിക്കുക എന്നാണ്. ഇമാം അഹ്മദ് റഹിമഹുള്ള അദ്ദേഹം സുഹ്ദിനെ നിർവഹിച്ചത് 3 തരത്തിലാണ്. അതിന് 3 സ്റ്റെപ്പ് ഉണ്ട്. ഓരോ സുഹ്ദ് അതിലുള്ള സ്ഥാനങ്ങൾ 3 തരത്തിലാണ്. ഒന്നാമത്തേത് ഹറാമായ കാര്യങ്ങൾ ഒഴിവാക്കണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഹറാമായ കാര്യങ്ങൾ ഒരാൾക്ക് ഒഴിവാക്കാൻ സാധിക്കാതെ അയാൾക്ക് ഭൗതിക ലോകത്തുള്ള വിരക്തിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കൂല എന്നാണ്. ഇനി രണ്ടാമത്തേത് ഹറാം എന്നല്ല, ഹലാലാണ്. പക്ഷെ അതെന്ത് ചെയ്യും? ഒരു പക്ഷേ ഹറാമിലേക്ക് എത്താൻ സാധ്യത ഉണ്ട്. അങ്ങനെയുള്ള ഹലാല് പോലും ഉപേക്ഷിക്കുക. അതാണ് രണ്ടാമത്തെ സ്ഥാനം. സുഹൃത്തിലുള്ള രണ്ടാമത്തെ സ്ഥാനമായിക്കൊണ്ട് ഇമാം അഹ്മദ് റഹിമഹുള്ള പറയുന്നത്. മൂന്നാമതായിക്കൊണ്ട്
അള്ളാഹുവിനെ മറപ്പിക്കുന്ന എന്ത് കാര്യം അതൊക്കെ ഒഴിവാക്കും. ഹലാലാകട്ടെ ഹറാമാകട്ടെ എന്തൊക്കെ ഉണ്ടോ അള്ളാഹുവിന്റെ സ്മരണയെ തൊട്ട് മറപ്പിച്ച് കളയുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ഇതൊക്കെ ഒഴിവാക്കും. അതാണ് ഏറ്റവും ഉന്നതമായ സ്ഥലം. അതാണ് സുഹൃത്ത് എന്ന് പറഞ്ഞാൽ, അതാണ് ഭൗതിക ലോക വിരക്തി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഇഷ്ടപ്പെടുമെന്നാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ജിബ്രീൽ അലൈഹിസ്സലാം നൽകുന്ന ഒരു ഉപദേശം, യാ മുഹമ്മദ് ഇശ് മാ ശിഅ്ത ഫഇന്നക മയ്യിത്. ജീവിച്ചോ നബിയെ, താങ്കൾ എത്ര വേണമെങ്കിലും ജീവിച്ചോ, പക്ഷെ ഒരിക്കൽ താങ്കൾ മരണപ്പെടും. വഅമൽ മാ ശിഅ്ത ഫഇന്നക മജ്സിയും ബിഹി. എത്ര വേണമെങ്കിലും പണിയെടുത്തോ, ധാരാളം വേണമെങ്കിൽ പ്രവർത്തിച്ചോ, നിനക്ക് ആവശ്യമുള്ള പ്രതിഫലം നിനക്ക് ഈ ലോകത്ത് കിട്ടും. വഅഹ്ബിബ് മൻ ശിഅ്ത ഫഇന്നക മുഫാറഖതു. ലോകത്ത് നീ ആരൊക്കെ വഴി കൂട്ടുകൂടിക്കോളൂ, സ്നേഹം പങ്കിട്ടോളൂ, പക്ഷേ അവരെല്ലാം നിന്നിൽ നിന്ന് വേർപെട്ടു പോകും. വഅലം അന്ന ശറഫൽ മുഅ്മിനി ഖിയാമുൽ ലൈൽ. ഒരു വിശ്വാസിയുടെ ഏറ്റവും പവിത്രത എന്ന് പറയുന്നത് ഇത് രാത്രി നമസ്കാരമാണ്. ഒരു മനുഷ്യന്റെ പ്രതാപം എന്ന് പറയുന്നത് മറ്റുള്ള ആളുകളിൽ നിന്ന് ധന്യനാക്കണം. ഒരാളോട് ഇങ്ങനെ പോയി ഇങ്ങനെ ചോദിക്കുക എന്നുള്ളത്, അതിൽ നിന്ന് ഒരാൾ വിട്ടു നിന്നാൽ സ്വന്തം കാര്യങ്ങൾ നോക്കി അള്ളാഹുവിനോട് മാത്രം ആവശ്യപ്പെട്ട് ആവലാതി പറഞ്ഞുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ഒരാളുടെ ഏറ്റവും ധന്യത എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പഠിപ്പിച്ചു കൊടുത്തതാണ്. ദുനിയാവിൽ നിന്ന് പല ആളുകളിൽ നിന്നൊരു പ്രീതി ഇഷ്ടം കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കണം. അവർക്ക് ആവശ്യമുള്ളത് ഹറാമോ ഹലാലോ ഒന്നും നോക്കാതെ ചെയ്തു കൊടുക്കണം. എന്റെ ആവശ്യം അവരിൽ നിന്ന് സ്നേഹം ഉണ്ടാകണം, അവരെന്നെ പരിഗണിക്കണം. അതൊക്കെ തരേണ്ടത് അള്ളയാണ്. അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ അവർക്ക് കിട്ടുള്ളൂ. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ അള്ളാഹ് പറയാണ് ഈ സുഹൃത്ത് കാണിക്കണം. അള്ളാഹുലേക്ക് അടുപ്പിച്ച അള്ളാഹ് എല്ലാവരുടെയും സ്നേഹം അത് നിന്നിലേക്ക് അടുപ്പിക്കുന്നതാണ്. അപ്പൊ നമ്മൾ സുഹൃത്തുള്ളവരാകുക എന്നുള്ളതാണ് അള്ളാഹിന്റെ ഇഷ്ടം കിട്ടാനും അതുപോലെ ജനങ്ങളുടെ ഇഷ്ടം കിട്ടാനും എന്നാണ്. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ജനങ്ങളുടെ ഇഷ്ടം കിട്ടാൻ അവരുടെ കയ്യിൽ നിന്നുള്ളതിന് നീ വിരക്തി കാണിക്കണമെന്നാണ്. മറ്റുള്ള ആളുകളിൽ നിന്ന് എന്തെങ്കിലും ആവശ്യം ഉണ്ടാക്കുക, അതിനോട് വിരക്തി കാണിക്കാനാണ്. എങ്കിൽ ജനങ്ങൾ നമ്മെ ഇഷ്ടപ്പെടും. എന്തുണ്ടെങ്കിലും അത് ആളുകളിൽ നിന്ന് ചോദിക്കല്ല. ഒരാവശ്യം വന്നു, നമ്മൾ ഫസ്റ്റ് മനസ്സിൽ എന്താ വരിക? നമ്മുടെ മനസ്സിൽ ഫസ്റ്റ് ദുനിയാവത്തെ ഒരാളാണ്, അത് അയാളത്ത് പോയാൽ കിട്ടും. അങ്ങനെയല്ല, അള്ളാഹുവിനോട് പറഞ്ഞാൽ കിട്ടും. അതാണ് എന്താവശ്യമുണ്ടെങ്കിലും ഫസ്അലില്ല, അള്ളാഹുവിനോട് ചോദിക്കാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ആദ്യം ചോദിക്കേണ്ടത് അള്ളാഹുവിനോടാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് വഴി കാണിച്ചു തരും. മറ്റുള്ള മാർഗങ്ങൾ അന്വേഷിക്കാം. ഇപ്പൊ ഏത് കാര്യത്തിലും ജനങ്ങൾ ഇത് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ജനങ്ങളോട് ചോദിച്ചാൽ അവർക്ക് വെറുപ്പുണ്ടാകും. ഇപ്പൊ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരാളെ കയ്യിൽ വാച്ചുണ്ട്, നമ്മൾ പോയിട്ട് ആ വാച്ച് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, അതെനിക്ക് തരുവിച്ചാൽ ആ സന്ദർഭത്തിൽ അയാൾ തന്നേക്കാം, പക്ഷെ അയാളുടെ മനസ്സിൽ വെറുപ്പുണ്ടാകും. ജനങ്ങളോട് ഇങ്ങനെ ചോദിച്ചു കൊണ്ടേയിരുന്നാൽ ജനങ്ങൾക്ക് വെറുപ്പില്ല. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയല്ല. അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടേയിരുന്നാൽ അള്ളാഹുവിന് നമ്മോട് ഇഷ്ടമാണ് ഉണ്ടാവുക. ആ കാരണം കൊണ്ട് അള്ളാഹു മറ്റുള്ള ആളുകളെ നമ്മെ ഇഷ്ടപ്പെടാൻ വേണ്ടി കൽപ്പിക്കുന്നതാണ്. അള്ളാഹു വാനലോകത്ത് പറയും, ഇന്നയാൾ ഞാൻ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, നിങ്ങളും അവരെ ഇഷ്ടപ്പെടണം. അങ്ങനെ ദുനിയാവിലുള്ള എല്ലാവരും നമ്മെ ഇഷ്ടപ്പെടുമെന്നാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ സ്നേഹമെല്ലാം വേടിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും നല്ല ഉപദേശമാണ് വിരക്തി കാണിക്കുക. ഭൗതിക ലോകത്തുള്ള എല്ലാത്തിനൊട്ടും വിരക്തി കാണിക്കുക. എങ്കിൽ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടും, പ്രവാചകൻ ദുനിയാവിലുള്ള ആളുകളും നമ്മെ ഇഷ്ടപ്പെടുമെന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇത്തരം കൽപ്പനകളെല്ലാം കൃത്യമായി പാലിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.